എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന വീഡിയോ വെറും 150 രൂപ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഫീഡിങ് ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു മെറ്റർണിറ്റി വെയർ എങ്ങനെയാണ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൈറ്റി ക്ലോത്താണ്. ഇതിന് 150 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ രണ്ട് സിബ് വേണം, നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് വേണം. അതിൻ്റെ റേറ്റും കൂടി ഇതിന് കൂടെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ചാർജും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 150 രൂപ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റർണിറ്റി വെയർ ചെയ്തെടുക്കാമെന്ന് വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ നൈറ്റി ക്ലോത്ത് നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് പറയാം, 33 ഇഞ്ച് ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത് ഉണ്ടാവുന്നത്. 3 മീറ്റർ തുണി നമുക്ക് കിട്ടും. പിന്നെ ഈ തുണിയും അതേപോലെ തന്നെയാണ്, 33 ഇഞ്ച് വിഡ്ത്തുള്ള തുണിയാണ്, 3 മീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള തുണി നോക്കി എടുക്കുക. പോളിസ്റ്റർ മിക്സോ അങ്ങനത്തെ ഒന്നും എടുക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് അങ്ങനത്തെ ക്ലോത്തിനേക്കാളും എപ്പോഴും നല്ലത് കോട്ടൺ ആയിരിക്കും. അതുകൊണ്ട് കോട്ടൺ നോക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് യോക്കിൻ്റെ പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ യോക്കിൻ്റെ പാർട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം. നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കുക, അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. 4 ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ പീസ് തന്നെ നമ്മൾ രണ്ടാക്കി മടക്കിയിടുന്നത് കൊണ്ടാണ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്നത്. ആ ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്കൊരു സംഖ്യ കിട്ടും. ഇപ്പോൾ ഒരു 36 ആണ് എക്സാമ്പിളെങ്കിൽ അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 9 ഇഞ്ച് കിട്ടും. അതിന് കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ചേർത്തെടുക്കുക. അപ്പോൾ 11 ഇഞ്ച്. ഇത് മടക്കിയിട്ട അളവാണ് 11 ഇഞ്ച്. അപ്പോൾ നമ്മൾ കറക്റ്റ് 11 ഇഞ്ചിൽ തുണി എവിടെ വരെയാണോ വരുന്നതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇത് മടക്കിയിടുക. ഓൾറെഡി നമ്മൾ തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ആ മടക്കിയിട്ട തുണിയിൽ നിന്നാണ് നമ്മൾ 11 ഇഞ്ച് മാർക്ക് ചെയ്തത്. മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെയും തുണി നമ്മൾ രണ്ടാക്കി മടക്കുകയാണ്. മടക്കിയിട്ടിട്ട് നമ്മൾ ഈ തുണി കട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത തുണി 1/2 മീറ്ററാണ് വരുന്നത്, 57 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ബാക്കി നമുക്ക് 2.5 മീറ്റർ തുണി ബാക്കി ബാലൻസ് ഉണ്ടാവും. ഇനി ആ ബാക്കി ബാലൻസ് ഉള്ള തുണിയിലാണ് നമ്മൾ സ്കേർട്ടിൻ്റെ പാർട്ട് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ സ്ലീവ് ചെയ്യേണ്ടത്. സ്ലീവ് ഈ ഒരു തുണിയിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 3/4 സ്ലീവ് എന്തായാലും കിട്ടില്ല. നമുക്ക് ചെറിയ സ്ലീവ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തു, അതായത് നമ്മളെ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് സീം അലവൻസ് അടക്കമുള്ള അളവ് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. കാരണം ഒരു ഭാഗത്തേക്ക് മാത്രം നമ്മൾ 11 ഇഞ്ച് എടുത്തു. അപ്പോൾ 2 ഭാഗത്തേക്കും കൂടി ചേർത്ത് നമ്മളെ ഫ്രണ്ടിലെ പീസ് മാത്രം വരുമ്പോൾ 22 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 22ൻ്റെ ഡബിളാക്കി എടുക്കുക. അപ്പം 44 ഇഞ്ച്. ഈ 44 ഇഞ്ചെങ്കിലും നമുക്ക് അത്യാവശ്യം ഫ്രണ്ടിലെ പീസിൻ്റെ സ്കേർട്ടിന് വേണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം വയറ് വരുമ്പോൾ അത്യാവശ്യം പ്രില്ല് ഉണ്ടാവുന്നത് നന്നായിരിക്കും. ഈ ഒരു ഡ്രസ്സ് നമുക്ക് വയറുള്ള സമയത്തും ഇടാം, ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഫ്രണ്ടിൽ എത്രയാണോ ഉള്ള ലെങ്ത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മടങ്ങെങ്കിലും എക്സ്ട്രാ എടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിലേക്കും. അപ്പോൾ നമ്മൾ ഇതേമാതിരി 44 ഇഞ്ച് പിടിച്ച് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് കിട്ടുന്ന തുണിയാണിത്. ഈ 8 ഇഞ്ചാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 8 ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവ് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 8 ഇഞ്ച് ലെങ്ത്തിൽ സ്ലീവ് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പകുതിയുള്ള സ്ലീവ് കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് ചെറിയ കുഞ്ഞു സ്ലീവ് മതി, ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ചിലുള്ള സ്ലീവ് മതി എന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി നിങ്ങൾക്ക് പ്രില്ലിലേക്ക് വേണ്ടി എടുക്കാം. വെറുതെ തുണി വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യുക, രണ്ടാക്കി കട്ട് ചെയ്യുക. അതിൻ്റെ ശേഷം ബാക്കി വരുന്ന തുണി നിങ്ങൾ സ്ലീവിലേക്കും വേണ്ടിയിട്ട് എടുക്കുക. നിങ്ങൾ നല്ല ഹൈറ്റ് ഉണ്ട് ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 14 ഇഞ്ചിൽ കൂട്ടിയിട്ട് യോക്ക് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ 13.5 അല്ലെങ്കിൽ 14 അതിലാണ് നമ്മൾ യോക്ക് ചെയ്യുക. ഞാനിവിടെ 14ലാണ് യോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ചേർത്ത് എടുക്കണം. കാരണം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുണ്ട്, താഴത്ത് നമ്മളെ സ്കേർട്ടിൻ്റെ പാർട്ട് ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ചേർത്തിട്ട് എടുക്കണം. അപ്പോൾ 14 15 ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തുണി നമ്മൾ 4ആക്കി മടക്കിയിട്ടിട്ട് നമ്മൾ താഴത്തു നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. താഴത്തുനിന്ന് നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് താഴ്വശത്തു നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. ലെവലാക്കിയിട്ടിട്ട് 15 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്തു. ഷോൾഡർ 7 ഇഞ്ചാണ്, ആം ഹോൾ 7.5 ഇഞ്ചാണ്. ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 11 ഇഞ്ച് ഉണ്ട്. ഈ 11 ഇഞ്ചിലാണ് നമ്മൾ മടക്കിയിട്ടത്. പിന്നെ നമ്മൾ കോർണറിന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കിലെ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുകയാണ്.
അവിടെ നിന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിലെ ആം ഹോളും കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി ഷോൾഡർ വിഡ്ത്ത് നിങ്ങൾ സാധാരണ എത്രയാണോ ഷോൾഡർ വിഡ്ത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഷോൾഡർ വിഡ്ത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ 3 ഇഞ്ച് ഷോൾഡർ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തും കൂടി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്കിനും ബാക്കിലെ നെക്കിനും ഇറക്കം കൊടുക്കാം. ഞാൻ ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ചും കൂടി ചേർത്തെടുക്കണം. കാരണം നമ്മൾ ഷോൾഡർ തയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ അതുപോലെ ഞാൻ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഈ 2 പോയിൻറ്റും കൂടി നമ്മൾ ചേർത്ത് വരച്ചിട്ട് ഞാൻ സാധാ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. ഏത് നെക്ക് ചെയ്താലും അത് നമ്മളെ സിബിനെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനിവിടെ നോർമൽ റൗണ്ട് നെക്കാണ് കാണിക്കുന്നത്. ഒരുപാട് നെക്ക് ചെയ്യുന്ന വീഡിയോ, അതായത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നെക്കിനെ പറ്റി അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് കാണാം. അപ്പോൾ നമ്മളത് ഇതേപോലെ നെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശം ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷേപ്പ് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടി മാർക്ക് ചെയ്തു. 10 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മുകളിലെയും താഴത്തെയും നമ്മൾ മാർക്ക് ചെയ്ത 2 പോയിൻറ്റും കൂടി നമ്മൾ ചേർത്ത് വരയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന്, അതായത് ഷേപ്പ് മാർക്ക് ചെയ്ത സീം അലവൻസ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇത് കർവ് ചെയ്ത് വരയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് താഴത്തെ സ്കേർട്ട് കൊടുക്കുന്നത്. അതായത് സ്കേർട്ട് നമ്മൾ പ്രില്ലിട്ടിട്ടാണ് കൊടുക്കുന്നത് താഴത്തെ പോർഷൻ. അപ്പം നമ്മൾ ആ ഭാഗം നമ്മൾ കർവൊന്നും ചെയ്യുന്നില്ല. അപ്പം മുകളിലും കൂടി നമ്മൾ കർവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വശം താഴ്ന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുകൾ വശം ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കാഴ്ചയ്ക്കും അതാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു സെൻറ്റർ വരെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഷേപ്പ് ചെയ്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ ബാക്കിലെ നെക്കും ബാക്കിലെ ആം ഹോളുമാണ് കട്ട് ചെയ്യുക. എന്നിട്ടൊരു പീസ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിലെ നെക്കും ഫ്രണ്ടിലെ ആം ഹോളും കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങൾ കിട്ടും. ഇത് നിങ്ങൾ കളയരുത്, അവിടെ എടുത്ത് വെക്കണം. നമുക്ക് സിബ് കൊടുക്കുമ്പോൾ നമുക്ക് പീസസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കളയരുത്, അവിടെ തന്നെ എടുത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസിൽ എങ്ങനെയാണ് സിബ് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി ഇതേപോലെ 2 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഫ്രണ്ടിലെ യോക്കിൻ്റെ പാർട്ട് ഇതേപോലെ 2 ആക്കിയിട്ട് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 2 മെത്തേഡിൽ നമുക്ക് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ 2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ സീം അലവൻസും കൂടി എടുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ. ഈ പ്രിൻസസ്സൊക്കെ കട്ട് ചെയ്യുന്ന പോലെ. പക്ഷേ ഇവിടെ നമ്മൾ കട്ട് ചെയ്യാണ്ടാണ് കൊടുക്കുന്നത്. നമ്മൾ സൈഡിൽ നിന്ന്, അതായത് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഉള്ളോട്ടേക്ക് 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഒരേ അളവായിരിക്കില്ല. നമ്മുടെ 2 ബ്രസ്റ്റിൻ്റെ പോയിൻറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 7 ഇഞ്ചാണ് കിട്ടണമെങ്കിൽ അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 3.5 ഇഞ്ച് കിട്ടും. ഈ 3.5ൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ടാണ് നമ്മൾ ഇപ്പം 4.5 മാർക്ക് ചെയ്തത്. ഇതൊരു ലാർജ് ഷേപ്പിൻ്റെ അളവാണ്. XL ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അളവ് 4 ആയിരിക്കും. 8 ആയിരിക്കും. 8 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 4 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുമ്പോൾ 5 എടുക്കണം. അതായത് ലാർജും മീഡിയം അതായത് സ്മോളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 4 എടുത്താൽ മതിയാവും. അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം മുകളിൽ നിന്ന് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴോട്ടേക്ക് 14 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. 14 ഇഞ്ചിലേക്കാണ് നമ്മൾ സിബ് വന്ന് നിൽക്കേണ്ട പോയിൻറ്റ്. മുകളിൽ നിന്ന് 7 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് സിബ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റുകൾ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതേ മെഷർമെൻറ്റ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 സൈഡിലും മെഷർമെൻറ്റ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പീസസ് കട്ട് ചെയ്യരുത്, ഇതേപോലെ പീസ് വേണം. അപ്പോൾ ഒരേപോലെയുള്ള കുറച്ച് വലിയ പീസ്, അതായത് നമ്മൾ സിബ് മാർക്ക് ചെയ്ത അത്രയും അളവിലുള്ള പീസ് പോരാ, കുറച്ചും കൂടി വലിയൊരു പീസ് വേണം. ഇനി നിങ്ങൾക്ക് ഈ തുണിയിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പീസസൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ എടുത്താലും മതി. കാരണം ഇങ്ങനത്തെ പ്രിൻ്റഡൊക്കെ ആകുമ്പോൾ കാണില്ലല്ലോ, അപ്പോൾ അങ്ങനത്തെ എടുത്താൽ മതി. എന്നിട്ട് നല്ല വശത്തിൻ്റെ മുകളിൽ ഈ പീസിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ എടുത്ത പീസിൻ്റെ നല്ല വശം വയ്ക്കുക. എന്നിട്ട് നമ്മൾ സൈഡിലൊക്കെ സിബല്ല പിൻ കുത്തി കൊടുക്കുക. 2 ഭാഗത്തും ഇതുപോലെ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുത്തിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിലാണ് പിൻ കുത്തി കൊടുത്തത്, ബാക്കിൽ നമ്മൾ
ഓൾറെഡി നമ്മൾ ഫ്രണ്ടിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ബാക്കിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ബാക്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ അളവുണ്ടാവും. ഈ അളവ് നിങ്ങളൊരു ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ഒരു തറ്റത്തു നിന്ന് തുടങ്ങിയിട്ട് അവസാനം ആ തറ്റത്ത് തന്നെ വരുന്ന രീതിയിൽ, അതായത് ബോക്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല, അതുപോലെ 1/4 ഇഞ്ചിൽ നമ്മൾ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ 1/4 ഇഞ്ചിൽ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ, സ്റ്റിച്ചിൽ കൊള്ളരുത്, സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തിട്ട് കോർണർ എത്തുമ്പോൾ കോർണർ ഇങ്ങനെ ഒരു ആംഗിൾ പോലെ 2 ഭാഗത്തേക്കും കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ വെച്ച പീസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹോള് പോലെ കാണാൻ പറ്റും, ചെറിയൊരു ലൈൻ പോലെ കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സിബ്ബ്, ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ്ബ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ആ സിബ്ബ് നിങ്ങൾ എടുക്കുക. എപ്പോഴും നമ്മൾ ഈ ഫീഡിങ് ഡ്രസ്സിന് നമ്മൾ സിബ്ബ് കൊടുക്കുമ്പോൾ നമ്മൾ താഴത്തുനിന്ന് സിബ്ബ് ഓപ്പൺ ചെയ്യുന്ന രീതിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റി ആയിരിക്കും. താഴേന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും താഴേന്ന് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു എയിം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുകളിൽ സിബ്ബിൻ്റെ ഓപ്പണിങ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സിബ്ബ് താഴേന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതായത് യോക്കിൽ നമ്മൾ ചെറിയൊരു പീസ് സിബ്ബ് വെക്കുന്നത് എങ്ങനെയാണ്, ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ ആദ്യമേ തയ്ച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചുരിദാറിൽ നമുക്ക് ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം. 2 ഇൻവിസിബിൾ സിബ്ബ് മേടിച്ചിട്ട് നമ്മുടെ പഴയ ചുരിദാർ ഉണ്ടെങ്കിൽ ആ ചുരിദാർ എടുത്തിട്ട് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചസ് അയച്ചിട്ട് ഇതേ അളവ് പ്രകാരം നിങ്ങൾ മാർക്ക് ചെയ്ത് 2 ഇൻവിസിബിൾ സിബ്ബ് കൊടുത്തിട്ട് സൈഡ് അടിച്ചാൽ നിങ്ങൾക്ക് പഴയ ചുരിദാറും ഫീഡിങ് ഡ്രസ്സാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി ഇതിൽ നമ്മൾ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സിബ്ബ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. സിബ്ബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവസാനം എത്തുമ്പോഴത്തേക്ക് സിബ്ബ് എന്ത് ചെയ്യുക, ഒന്ന് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സിബ്ബ് എന്താ പറയുക, സൂചി അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ സിബ്ബ് പൊട്ടും. അപ്പോൾ അതുകൊണ്ട് സിബ്ബ് മുകളിലേക്ക് കയറ്റി കൊടുക്കുക. കയറ്റി കൊടുക്കുമ്പോൾ താഴത്തുള്ള 2 സിബ്ബിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ തുറന്ന് കിടക്കുകയായിരിക്കും. അത് രണ്ടും കൂടി ഒന്നിച്ച് പിടിച്ചിട്ട് വേണം ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ള് സിബ്ബ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സിബ്ബ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സിബ്ബർ ഫൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ഇത് തന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഫിനിഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സിബ്ബ് അവിടെ കൊടുത്തത് അത്ര വിസിബിൾ ഒന്നുമല്ല. ഇത് നമ്മൾ അത്രയും എന്താ പറയുക ഫോക്കസ് ചെയ്തെടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് വശം ഇതേപോലെ നമ്മൾ മടക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ താഴ്വശത്തുള്ള ഒരു ചെറിയൊരു കട്ട് ഉണ്ടാവും നമ്മളെ സിബ്ബിൻ്റെ താഴത്ത്. അപ്പോൾ അത് നമ്മുടെ ദേഹത്തൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ആദ്യം ഒരു മടക്കി പിന്നെ ഒരു മടക്ക് ഈ സിബിൻ്റെ അതായത് താഴ്വശത്തിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ യോക്കിൻ്റെ പാർട്ടിൽ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മുകൾ വശത്ത് സിബ്ബുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയും മുകൾ വശത്തല്ല താഴ്വശത്ത് സിബിൻ്റെ ടോപ്പായിട്ടുള്ള ഭാഗം, ആ ഭാഗവും നമ്മൾ ഇതേപോലെ നമുക്ക് എന്താ പറയുക അത് മേല് കൊണ്ടുകഴിഞ്ഞാലും നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഭാഗവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണം. പക്ഷേ ആ ഭാഗം നമുക്ക് സിബ്ബ് സെൻറ്ററിലുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ എൽ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. നമ്മളൊരു തട്ടത്തുനിന്ന് തുടങ്ങിയിട്ട് സിബ്ബ് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയി നിർത്തിയിട്ട് എൽ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിബ്ബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിബ്ബ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു തുണീൻ്റെ ഉള്ളിലേക്ക് സിബ്ബ് പോവും, സിബിൻ്റെ ആ വശം പോവും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ദേഹത്ത് കൊള്ളില്ല. അതേപോലെ തന്നെ താഴ്വശവും നമ്മളെ ദേഹത്ത് കൊള്ളില്ല. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ ഒരു ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാവില്ല. ഇനി ബാക്കിയുള്ള 2 സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ഹെമ്മിങ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ യോക്കിൽ കൊള്ളാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ 2 ഭാഗത്തും ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഇതിൻ്റെ ഇരട്ടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്കേർട്ടിൻ്റെ പാർട്ട് ഉണ്ടാവും. ആ സ്കേർട്ടിൻ്റെ പാർട്ട് പ്രില്ലിട്ടിട്ടോ അല്ലെങ്കിൽ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ചുരുട്ടി, അതായത് ലോങ് സ്റ്റിച്ച് കൊടുത്ത് ഇങ്ങനെ വലിച്ചെടുത്താൽ പ്രില്ല് വരുമല്ലോ, ആ രീതിയിലോ ചെയ്തിട്ട് നിങ്ങൾ താഴത്തെ യോക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. ഒപ്പം സ്ലീവും അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതും കൂടി ഞാനിതിൽ കാണിക്കുന്നില്ല, ഇപ്പം തന്നെ ഒത്തിരി ലെങ്ത് ആയതുകൊണ്ടാണ്. നമ്മൾ